ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ സിമ്പിളാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഫോണിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഏത് ആപ്പാണെന്ന് വെച്ചാൽ ഇൻഷൂട്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഇൻഷൂട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് തുറന്ന് വരും. എന്നിട്ട് അവിടെ ആ വീഡിയോസ് ഉള്ളിടത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി വരും. എന്നിട്ട് ഞാൻ താഴെ ഉള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ടു. അവിടെ ന്യൂ എന്ന് കണ്ടില്ലേ നിങ്ങൾ, ആ ന്യൂ അമർത്തിയാൽ നമ്മളെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് വേണ്ടിയ വീഡിയോസൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതുപോലെ ആവും. അപ്പോൾ ആ വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ ആ കത്രിക പോലെയുള്ള അതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ വീഡിയോസ് വേണ്ടത് അത് ചെയ്തതിന് ശേഷം ആ ടിക്ക് അമർത്തട്ടോ. പിന്നെ തിരികെ വന്നിട്ട് നമുക്ക് ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത വോയിസൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. വോളിയം എന്നുള്ള അമർത്തുക. കണ്ടില്ല, അവിടെ ഒരു വോളിയം എന്നുള്ള ഓപ്ഷന് അത് അമർത്തുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരിക. എന്നിട്ട് നമുക്ക് ബേക്കോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മളെ അടുത്തുള്ള അതിലുള്ള സൗണ്ടൊക്കെ മ്യൂട്ടായി പോട്ടോ. എല്ലാം അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടേ. ശേഷം നമ്മൾ തിരികെ പിന്നെ ഇതിലേക്ക് തന്നെ വന്ന് അവിടെ നിങ്ങൾ ഓഡിയോ എന്ന് കണ്ടില്ലേ, ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ആ ഓഡിയോ അമർത്തുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അവിടെ റെക്കോർഡ് എന്നുള്ള അമർത്തുക. ആ റെക്കോർഡ് അമർത്തിയിട്ട് നമുക്ക് വോയിസ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടൈമർ വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വോയിസ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ വോയിസ് കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുക. അവിടെ ഒരു ടിക്ക് അമർത്തി കൊടുക്കുക. പിന്നെ അത് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആവുകയാണെങ്കിൽ മുകളിൽ രണ്ട് എക്സ്പേർട്ട് എന്ന് കണ്ടില്ലേ, അത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയി വരും. എന്നിട്ട് ആ എക്സ്പേർട്ട് അമർത്തുക. അപ്പോൾ നമുക്കിങ്ങനെ കുറേ കഴിയുമ്പോൾ അത് നമ്മളെ ഫോണിലേക്ക് സേവ് ആയി വരും. എന്നിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് പോയിട്ട് ഷോർട്ടിൽ വീഡിയോസിലൊക്കെ നമുക്കിത് അപ്ലോഡ് ആക്കട്ടോ. ഓക്കെ, ബൈ.